തിരുവനന്തപുരം വട്ടിയൂർക്കാവിൽ എം.എൽ.എ. ഓഫീസ് വിവാദം കത്തുകയാണ്. ഓഫീസ് കെട്ടിട വിവാദത്തിൽ വി.കെ. പ്രശാന്ത് എം.എൽ.എക്കെതിരെ കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുന്നു. അല്പം മുമ്പ് സംസാരിച്ച കോൺഗ്രസ് നേതാവ് കെ മുരളീധരനും ഇക്കാര്യത്തിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് എം.എൽ.എ. ഓഫീസ് എം.എൽ.എ. ഹോസ്റ്റലിലായാലും ഒരു കുഴപ്പവുമില്ല. താൻ എം.എൽ.എ. ആയിരിക്കുമ്പോൾ എം.എൽ.എ. ഹോസ്റ്റലിലായിരുന്നു ഓഫീസ് പ്രവർത്തിച്ചിരുന്നതെന്നാണ് കെ മുരളീധരൻ പറയുന്നത്. കൗൺസിലർമാർക്ക് ഒരു ഓഫീസ് അത്യാവശ്യമാണ്. അവർക്ക് അവിടെ ഇരിക്കാനുള്ള സൗകര്യമുണ്ടാകണം. അത് പ്രത്യേകിച്ച് സാധാരണക്കാർ കൂടുതലായി ബന്ധപ്പെടുന്നത് കൗൺസിലർമാരെയാണ്. അതുകൊണ്ട് അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നൽകണം എന്നാണ് കെ മുരളീധരനും പറഞ്ഞിരിക്കുന്നത്. എം.എൽ.എ. ഹോസ്റ്റലിൽ മുറിയുള്ള വി.കെ. പ്രശാന്തിന് എന്തിനാണ് കോർപ്പറേഷൻ കെട്ടിടത്തിൽ ഓഫീസെന്ന് കോൺഗ്രസ് കൗൺസിലർ കെ.എസ്. ശബരിനാഥനും ചോദിച്ചിരിക്കുന്നു. വി.കെ. പ്രശാന്ത് ശാസ്തമംഗലത്തെ ഓഫീസ് ഒഴിയണമെന്നും മുൻ എം.എൽ.എ. കൂടിയായ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കവടിയാർ വാർഡിൽ നിന്നുള്ള കൗൺസിലർ കെ.എസ്. ശബരിനാഥൻ ആവശ്യപ്പെട്ടു. കൃത്യമായിട്ടുള്ള നിലപാടാണ്. ഇവിടെ 101 കൗൺസിലേഴ്സിനുള്ള സൗകര്യങ്ങൾ കോർപ്പറേഷൻ കൊടുക്കണം. ഈ ശാസ്തമംഗലം ഹെൽത്തിൻ്റെ ഓഫീസ് ആ സൗകര്യങ്ങൾക്ക് വേണ്ടി നൽകിയ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇപ്പോൾ എന്തായാലും നഗരസഭ പുതിയ കരാറും റേറ്റും ഒക്കെ പറയട്ടെ. പക്ഷേ എനിക്ക് പറയാനുള്ള അദ്ദേഹത്തിന് നല്ലൊരു ഓഫീസ് എം.എൽ.എ. ഹോസ്റ്റൽ അദ്ദേഹം തന്നെ പ്രതിനിധാനം ചെയ്യുന്ന വട്ടിയൂർക്കാവ് മണ്ഡലത്തിലെ കുന്നുകുഴിയിൽ 31-32 റൂമിൽ 2 റൂം അലോട്ട് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം അങ്ങോട്ട് മാറി ഈ പ്രശ്നം പരിഹരിക്കുന്നുള്ളതാണ്. ശ്രീലേഖ മാഡമാണോ വേറെ ആണോ എന്നൊരു വിഷയമല്ല. കൗൺസിലേഴ്സിന് ഇരിക്കാൻ ഡിഗ്നിഫൈഡ് ആയിട്ടുള്ള സ്ഥലം വേണം. ഇപ്പോൾ എനിക്ക് കവടിയാർ വാർഡിലുള്ള വിവേകാനന്ദ പാർക്കിലുള്ള ഓഫീസ് വളരെ പരിമിതിയുള്ള ഓഫീസാണ്. എന്നാൽ അവിടെ നമ്മൾ മാറി ഇരിക്കാൻ പോവുകയാണ്. അങ്ങനെയുള്ള ഒരു പരിമിതമായിട്ടുള്ള സ്ഥലത്തിൽ കൗൺസിലേഴ്സ്, അത് CPM BJP എന്നില്ല, കൗൺസിലേഴ്സിനുള്ള ഓഫീസ് കൗൺസിലേഴ്സ് കൊടുക്കാനുള്ള നിലപാടെടുക്കണം. BJP കൗൺസിലറും മുൻ DGPയുമായ ആർ ശ്രീലേഖയുടെ നടപടി അല്പത്തരമെന്നായിരുന്നു മന്ത്രി GR അനിലിന്റെ വിമർശനം. വിഷയത്തിൽ കെ.എസ്. ശബരിനാഥിന്റെ പ്രതികരണം BJPയെ സഹായിക്കാനാണോ എന്നറിയില്ലെന്നും മന്ത്രി GR അനിൽ പറഞ്ഞു. വി.കെ. പ്രശാന്ത് MLA-യുടെ ഓഫീസ് ഒഴിയണമെന്ന് ഒരു കൗൺസിലർ അഭിപ്രായം പ്രകടിപ്പിച്ചത് ഒരു അല്പത്തരമാണ്. സത്യത്തിൽ MLA-ക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കേണ്ടുന്നത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും ലോക്കൽ ബോഡികളാണ്. അപ്പോൾ ആ കോൺസ്റ്റിറ്റ്യുവൻസിക്കകത്ത് ഒരു ഓഫീസ് പ്രവർത്തിക്കുന്നതിനപ്പുറത്ത് അതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ലോഡ്ജോ മറ്റ് സംവിധാനങ്ങൾ പോലെ അല്ലല്ലോ. അപ്പോൾ അത് ആ നിലയിൽ കാണുക. നമുക്ക് ജനപ്രതിനിധികൾക്ക് ഇത്തരം സൗകര്യങ്ങൾ പരിമിതമായ സൗകര്യങ്ങളാണ്, അല്ലാതെ അത് ആർഭാട രീതിയിലുള്ള സൗകര്യങ്ങളാണ്. ശബരിനാഥ് എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഒരു MLA-യും അങ്ങനെ പ്രകടിപ്പിക്കാൻ സാധാരണ നിലയിൽ അനുഭവമുള്ളവരാരും ചെയ്യുന്ന കാര്യമല്ല. പിന്നെ അത് ചിലപ്പോൾ തൊട്ടടുത്ത കൗൺസിലർ ആയതുകൊണ്ടും അടുത്ത വാർഡിൻ്റെ പരസ്പര സഹായം ലഭിച്ചതിൻ്റെ പ്രത്യുപകാരമായി പറഞ്ഞതാണെന്ന് എനിക്കറിയില്ല. വി.കെ. പ്രശാന്ത് MLA ആർ ശ്രീലേഖ തർക്കത്തിൽ ഇന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ അധികൃതർ രേഖകൾ പരിശോധിക്കും. വാടകയ്ക്ക് പ്രവർത്തിക്കാൻ ആവശ്യമായ രേഖകളില്ലെങ്കിൽ നോട്ടീസ് അയക്കുമെന്നാണ് വിവരം. തിരുവനന്തപുരത്ത് നിന്ന് അലക്സ് റാം മുഹമ്മദ് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. അലക്സ് റാം മുഹമ്മദ്, എന്തൊക്കെയാണ് ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, ഇതിൽ ആർ ശ്രീലേഖ ഉയർത്തിവിട്ട ഈ വിവാദത്തിൽ വി.കെ. പ്രശാന്ത് MLA-യുടെ ഓഫീസ് കെട്ടിടം അത് ഒഴിയണമെന്ന ആവശ്യം കോൺഗ്രസ് കൂടി ഏറ്റെടുക്കുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് നേതാവ് KPCC സെക്രട്ടറി കൂടിയായ ശബരിനാഥൻ ഇന്ന് ആവശ്യം ഉന്നയിച്ചിരിക്കുന്നു. കവടിയാർ കൗൺസിലർ കൂടിയായ ശബരിനാഥൻ ഇന്ന് പറയുന്നത് ഈ വട്ടിയൂർക്കാവിൽ വട്ടിയൂർക്കാവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് 2 മുറികൾ MLA ഹോസ്റ്റലിൽ തന്നെയുണ്ട്. അത് വട്ടിയൂർക്കാവിലെ ജനങ്ങൾക്ക് MLA ഹോസ്റ്റലിലെത്തി അത്തരം ആവശ്യങ്ങൾ, അത് MLA കാണുന്നതുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങളൊക്കെ നിറവേറ്റി പോകാനുള്ള സൗകര്യം MLA ഹോസ്റ്റലുണ്ട്. ആ മുറികൾ അദ്ദേഹത്തിന് ഉപയോഗിക്കാം. ഈ മുറി ഒഴിയണം എന്ന് അദ്ദേഹം തീർത്തും ആവശ്യപ്പെടുന്നുണ്ട്. താൻ MLA ആയിരുന്ന ഘട്ടത്തിൽ ആരനാട് വാടകയ്ക്ക് മുറിയെടുത്താണ് പ്രവർത്തിച്ചിരുന്നതെന്ന് ശബരിനാഥൻ പറയുന്നു. ഇനി തന്നെ ഈ കാര്യം പറയുന്നത് കൊണ്ട് തന്നെ സംഖ്യയാക്കാനാണ്, അല്ലെങ്കിൽ സംഖ്യപ്പട്ടം തരാനാണ് CPM-കാരുടെ തീരുമാനമെങ്കിൽ അതിന് വയ്യ. തന്റെ നിലപാട് കൃത്യമായി തന്നെ വ്യക്തമാക്കുമെന്നാണ് കെ.എസ്. ശബരിനാഥൻ അല്പം മുമ്പ് 24-നോട് വ്യക്തമാക്കിയത്. ഇതിൽ കെ മുരളീധരൻ, അതായത് വട്ടിയൂർക്കാവിന്റെ മുൻ MLA കൂടിയ കെ മുരളീധരനും സമാനമായ അഭിപ്രായം നടത്തുന്നു എന്നുള്ളതാണ്. കാരണം അദ്ദേഹം പറയുന്നത് താനും 8 വർഷക്കാലം വട്ടിയൂർക്കാവിന്റെ MLA ആയിരുന്നു. ഈ കാലമൊക്കെ തന്നെ കാണാൻ ജനങ്ങൾ വന്നത് ഈ MLA ഹോസ്റ്റലിലാണ്. MLA ഹോസ്റ്റലിലാണ് തന്റെ ഓഫീസ് മുറി പ്രവർത്തിച്ചിരുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. പക്ഷേ ഈ ഓഫീസ് മുറി, ശാസ്തമംഗലത്തെ ഓഫീസ് മുറി ഒഴിയണോ വേണ്ടയോ എന്നുള്ളത് വി.കെ. പ്രശാന്തിന് തന്നെ തീരുമാനിക്കാം എന്നാണ് കെ മുരളീധരന്റെ അഭിപ്രായം. അതേസമയം തന്നെ ആർ ശ്രീലേഖയുമായി ബന്ധപ്പെട്ട തർക്കത്തിലേക്ക് തലയിടാൻ താനില്ല എന്നാണ് കെ മുരളീധരൻ വ്യക്തമാക്കുന്നത്. കോൺഗ്രസ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊരു അവസരമായി കാണുന്നു എന്നുള്ളതാണ്. കാരണം വി.കെ. പ്രശാന്ത് ആ മുറി ഒഴിയണമെന്ന് കെ.എസ്. ശബരിനാഥൻ
പറയുന്നു. അതേസമയം തന്നെ കൗൺസിലർമാർക്ക് ഇരിക്കാനുള്ള ഒരു മുറിയും അത്തരത്തിലുള്ള ഒരു സൗകര്യവും കൃത്യമായി തന്നെ ഒരുക്കി നൽകണം നഗരസഭ എന്നതും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. ഇതിൽ പ്രതികരണമായി വി കെ പ്രശാന്ത് രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് BJPയുടെ ബുൾഡോസർ രാജിന് KS ശബരിനാഥൻ കുട പിടിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആ വാദങ്ങളെ KS ശബരിനാഥൻ പൂർണ്ണമായി തള്ളുന്നു. അത്തരത്തിൽ സംഘിപ്പട്ടം ചാർത്താനുള്ള നീക്കമാണെങ്കിൽ അതിൽ താൻ വഴങ്ങില്ല, താൻ പറയാനുള്ള അഭിപ്രായം കൃത്യമായി തന്നെ പറയും എന്നാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. മാത്രമല്ല ഇത്രയും കുറഞ്ഞൊരു തുകയ്ക്ക് എങ്ങനെയാണ് ഈ നഗരത്തിന്റെ ഒത്ത ഹൃദയത്തിൽ ഇത്തരത്തിലൊരു മുറിയിൽ വാടകയ്ക്ക് താമസിക്കാൻ കഴിയുക എന്നാണ് KS ശബരിനാഥൻ ചോദിക്കുന്നത്. സ്വാഭാവികമായി കൗൺസിലടക്കം ആ വിഷയം ഉന്നയിക്കപ്പെടും എന്നും കരുതുന്നു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.